ട്രിപ്പിൾ എസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു രാവിലെ കേട്ടോ, ഒരു മോർണിംഗ് ആണ്. ഒരു 5:15 5:30 ആയി കാണും ഏകദേശം. എല്ലാവരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ജനലിലൂടെ നോക്കി അറിയാം, നല്ല ഇരുട്ടാണ്, വെളിച്ചം വരുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഏകദേശം എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം, സേവ, പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇടിയപ്പവും പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പീസ് കറിയാണ് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്. മോനപ്പോൾ രാവിലെ പോകണം, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കേണ്ടതും ഉണ്ട്. അപ്പോൾ അത് കാരണം ഫസ്റ്റ് തന്നെ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എപ്പോഴും പിന്നെ രാവിലത്തെ ഒരു കോഫി നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കോഫിയൊക്കെ ഇട്ട് മുറ്റത്തേക്ക് വന്നത്, നേരമൊക്കെ വെളുത്ത് വന്നു, വെളിച്ചമൊക്കെ വന്നു. നല്ല ഉന്മേഷമുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ്. മഴയോ വെയിലോ ഒന്നും ആയിട്ടില്ല. ചെറിയ മഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്യാറായതുകൊണ്ട്. അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ പീസ് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ച് വെള്ളം ചൂടാവാൻ വേണ്ടി നിൽക്കുവാണ്. പിന്നെ മുറ്റത്ത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ മുറ്റം അടിക്കാനായിട്ടൊന്നും അങ്ങനെ ഇല്ല. അധികം ഇലകളൊന്നും ഉണ്ടാവില്ല. വളരെ ചെറിയ കുറച്ച് എന്തെങ്കിലും കാറ്റത്ത് വീഴുന്ന ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എപ്പോഴും അധികമായിട്ടൊന്നും ഉണ്ടാവാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ ഒന്നോട് ക്ലീൻ ചെയ്ത് വിട്ടു കേട്ടോ. അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇടിയപ്പമാണ് ഉണ്ടാക്കേണ്ടത്, സേവയാണ്. അങ്ങനെ ഇടിയപ്പം നമ്മൾ ആവിയിൽ അങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ പീസ് കറിയും ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പീസ് കറി. സാധാരണ സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു സാധാരണ മുട്ടക്കറിയൊക്കെ വയ്ക്കുന്ന പോലെ അങ്ങനെ ഒരു മസാലക്കറിയാണ് ചെയ്തെടുത്തത്. പിന്നെ ഇനി മോൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്യാനുണ്ടായിരുന്നു. സാധാരണ തലേദിവസമൊക്കെ ചെയ്ത് വയ്ക്കുന്നതാണ്, അപ്പോൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോർണിംഗിലാണ് ചെയ്യുന്നത്. പിന്നെ അച്ഛൻ വന്ന് നിൽക്കുന്ന സമയത്ത് അച്ഛനാണ് കേട്ടോ അവൻ്റെ മാക്സിമം യൂണിഫോംസ് എല്ലാം അയൺ ചെയ്ത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇവന് അന്ന് ലഞ്ച് കൊണ്ടുപോകാനായിട്ട് വേറെ മീൽസൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മാക്സിമം ടിഫിൻ ആണ് കേട്ടോ. ടിഫിൻ തന്നെ മതി പറഞ്ഞ് ഇടിയപ്പവും പീസ് കറിയും തന്നെയാണ് ഉച്ചക്കത്തേക്ക് വേണ്ടി കൊണ്ടുപോയത്. മാക്സിമം മീൽസ് ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവനെപ്പോഴും ടിഫിൻ തന്നെ മതി എന്ന് പറയും. പെട്ടെന്ന് കഴിച്ചു തീർക്കാനുള്ളൊരു തന്ത്രമായിരിക്കാം അത് എല്ലാ കുട്ടികളും പ്രയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടിഫിനാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇടിയപ്പം ലഞ്ച് ബോക്സിലാക്കി, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പീസ് കറിയും വെച്ച് കൊടുത്തു. അപ്പോൾ അതാണ് കേട്ടോ ഉച്ചക്കത്തേക്ക് വേണ്ടി പിന്നെ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ രാവിലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പൊതുവേ രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴും മടി തന്നെയാണ്. അപ്പോൾ രാവിലെ മാക്സിമം ഞാൻ വാരി കൊടുക്കും കേട്ടോ. ഇത്ര വലുതായി എങ്കിലും കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒന്നും തന്നെ കഴിക്കില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വാരി കൊടുത്താൽ അതെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പെട്ടെന്ന് ടൈമും കുറവാണ് രാവിലെ സ്പെഷ്യൽ ക്ലാസ് കാര്യങ്ങൾ അതുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വാരി കൊടുത്ത് ഇറങ്ങുവാണ്. അപ്പോൾ അവനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാനായിട്ട് ചേട്ടനും അവനും കൂടിയിട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അന്നും ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്ഥിരം പോകുന്ന ബസ്സുണ്ട്, അപ്പോൾ അതിനാണ് കേട്ടോ പോകുന്നത്. ഈവനിങ്ങിലും അങ്ങനെ തന്നെയാണ് വരികയും ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് വിടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകാനും, അതുപോലെ തന്നെ പാലക്കാട് കൽപ്പാത്തിത്തേരിൻ്റെ ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടേക്കും പോകണം എന്ന് വിചാരിച്ചു, പക്ഷെ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി അമ്പലത്തിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാലക്കാട് ശ്രീ മണപ്പുള്ളി ഭഗവതി ക്ഷേത്രത്തിലേക്ക് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി നേരെ ആദ്യം തന്നെ ആ അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ചെന്നു. ഏകദേശം നല്ല തിരക്കായിരുന്നു, നല്ല സ്പെഷ്യൽ ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഇതാണ് മണപ്പുള്ളി ഭഗവതി ടെമ്പിള്. പാലക്കാട് പേര് കേട്ട ഒരു അമ്പലമാണ് ഇത്. അവിടുത്തെ അമ്പലക്കുളമാണ് കേട്ടോ. ഇപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ മൊത്തത്തിൽ എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പണി നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കുളത്തിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ അധികം വീഡിയോ ഫോട്ടോയൊന്നും ഉള്ളിൽ നിന്ന് എടുത്തില്ല. പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു, റീൽസൊക്കെ ഇടാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ വീഡിയോ എടുത്തു. പിന്നെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അവിടെ വെച്ച് മോൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയും അവനും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നു.
പിന്നെ ഇപ്പോൾ ഓൾറെഡി കാർ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ ഒരുപാട് റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു അമ്പലത്തിലാണ് പോയത്. മറ്റൊരു പേരുകേട്ടൊരു അമ്പലത്തിൽ, പാലക്കാട് തന്നെ. അവിടെ സ്ഥിരമായി പോകാറുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതൊരു പവിഴമല്ലിത്തറയാണ് കേട്ടോ, അമ്പലത്തിൽ ഫേമസ് ആയിട്ടുള്ള പവിഴമല്ലിപ്പൂ. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചുവന്ന തണ്ടും ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ ഒരു മോർണിംഗ്.